ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ പൊതിച്ചോറ് തിന്നാൻ ഒരാഗ്രഹം. നേരെ ചെന്ന് ഫ്രിഡ്ജിലോട്ട് നോക്കിയപ്പോഴത്തേതാ ക്യാരറ്റ് ഇരിപ്പുണ്ട്. അത് നേരെയൊക്കെ വെട്ടിക്കണിച്ച് തോരനാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ പൊതിച്ചോറിന് ഈ തോരൻ മാത്രം പോരല്ലോ, വേറെ വല്ല കറികളും കൂടി വേണമല്ലോ. പിന്നെയും ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ 2 മുട്ട ഇരിക്കുന്നുണ്ട്. അത് നേരെ അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച്. ഇതിലൊരു മുട്ട ചീത്തയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 കാട മുട്ട കൂടി വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മുട്ട പൊരിക്കാൻ നേരം ഒഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചെന്നാൽ ഒഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴേ ഇത് വീഡിയോ ഓണാക്കിയിട്ടില്ലാത്തവർ അറിഞ്ഞത്. പിന്നെ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങ പറിക്കാൻ പോയി. ആ മാങ്ങ തന്നെയാണിത്. ഇത് വെച്ചൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇത് കഴുകാഞ്ഞിട്ടൊന്നുമല്ല, ഇതിൻ്റെ പുറന്തൊലിക്ക് ഇങ്ങനെയാണ്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിക്കനും കൊണ്ട് വന്നത്. അത് നേരെ തുറന്നു നോക്കിയിട്ട് അമ്മ പറയുന്നത് കഷ്ണങ്ങളൊക്കെ നല്ല വലുതാക്കിയുള്ള വെച്ചേക്കണം. അപ്പോൾ അതിൽ നിന്ന് 2 കഷ്ണം എടുത്ത് വറുത്താക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് ഇന്നലെ മീൻ വറുത്തതിൻ്റെ ബാക്കി എന്ന് വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരുന്നത് അത് എടുത്ത് വറുത്താക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കറികളൊക്കെ അങ്ങ് സെറ്റായിട്ടുണ്ട്. കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളത് കൊണ്ട് പോകണം പോലെ എന്നല്ലേ. ഓക്കെ, ഇതൊക്കെ അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എല്ലാം കൂടി ആ വാലിലോട്ട് തട്ടിയിട്ട് പൊതിഞ്ഞങ്ങ് കുറച്ച് നേരം അങ്ങ് വെക്കാൻ വിചാരിച്ചു. പൊതിച്ചോറെല്ലാം ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ 1 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂറും കൂടി വെച്ച് 2 മണിയായപ്പോൾ നമ്മൾ ചോറങ്ങ് എടുത്ത് തിന്നാൻ വിചാരിച്ചു. തുറന്ന് നോക്കിയപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ആ ഒരു വാഴയുടെ പിന്നെ ആ ഒരു കറികളുടെ എല്ലാം കൂടിയൊക്കെ നല്ല മണമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ആകപ്പാട് ഒരു പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി കൈയിട്ട് വരെയാണ് നമ്മൾ തിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.